ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഡ്രീം ലാൻഡിലാണുള്ളത്. അപ്പോൾ നമ്മളങ്ങനെ ഡ്രീം ലാൻഡിൽ വന്ന് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഡ്രീം ലാൻഡിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആനച്ചാലുള്ള ഡ്രീം ലാൻഡ് മൂന്നാർ ആണ്. നമ്മൾ ഡ്രീം ലാൻഡിൻ്റെ ഉള്ളിൽ കയറി കഴിയുമ്പോൾ ഫസ്റ്റ് വൺ ഉള്ളത് റോപ്പ് വാളിക്കിംഗ് ആണ്. അതാണ് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഫസ്റ്റ് ഇത്. റോപ്പ് വാളിക്കിങ്ങിൽ ആദ്യമായിട്ട് നമ്മുടെ അളിയൻ തന്നെയാണ് കയറിയത്. അപ്പോൾ അളിയൻ കയറി കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, എൻ്റെ പൊന്നെ ഇതിൻ്റെ താക്കിടങ്ങാനായിരിക്കും. പക്ഷേ അത് സിമ്പിളായിക്കാണ്, നമുക്ക് അത്ര റിസ്ക്കും കാര്യങ്ങളൊന്നുമില്ല. റിസ്ക് ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്. പക്ഷേ അളിയനേക്കും കൈ പിടിച്ചതിൻ്റെ ഒപ്പം പിന്നെ അതിനുള്ള ഷൂസല്ല അളിയനിട്ട്, ചെരുപ്പാണ്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടായിരുന്നു തോന്നുന്നു അളിയൻ. കാരണം അവരൊന്നാമത് കൈ ബോഡി വെയിറ്റ് നേരെ പിടിച്ച് നമ്മുടെ വാളിക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിത് നമ്മുടെ യെല്ലോ ടീഷർട്ടിലുള്ളതാണ് ഞാൻ. അപ്പോൾ എൻ്റെ വാളിക്കിങ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒരു സിമ്പിളായിട്ട്, കാരണം ഞാൻ എല്ലാത്തിലും കൈ ഇച്ചിരി കയറ്റി പിടിച്ച് പോയി. അത് കാരണം കൊണ്ട് തന്നെ ഇച്ചിരി സിമ്പിളായിട്ട് എനിക്ക് തോന്നി. ആളിയൻ എന്തായാലും നല്ല രീതിയിൽ കഷ്ടപ്പെട്ടു. എന്തായാലും കുഴപ്പമില്ലായിരുന്നു നമ്മുടെ വാളിക്കും കാര്യങ്ങളൊക്കെ. എന്തായാലും ഇതുപോലത്തെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. എന്തായാലും നല്ല രീതിയിൽ ഞങ്ങൾ മൂവറും ചെയ്തു. ഇനി അടുത്ത കയറാൻ പോണത് അനിയനാണ്. അനിയൻ്റെ ഇപ്പം തന്നെ തുടങ്ങുകയാണ്. അനിയൻ ആദ്യം 2 റോപ്പ് വാളിക്കിംഗ് ഉണ്ട്. അതിൽ മറ്റേതാണ് ആദ്യം ചെയ്തത്. അപ്പോൾ അന്നേരം അളിയൻ അപ്പർ സൈഡിൽ ചെയ്തുകൊണ്ടിരിക്കുക, ഇതിൻ്റെ ഒപ്പം അനിയൻ ഇപ്പർ സൈഡിൽ ചെയ്തുകൊണ്ടിരിക്കും. അനിയൻ അങ്ങനെ ഒറ്റ റോപ്പിൽ തൂങ്ങിയുള്ളത്. ഇത് ഇച്ചിരി ഈസി ആയിട്ടുള്ള ടാസ്ക്കാണ്. അതുകൊണ്ട് തന്നെ അനിയൻ ഇത് സിമ്പിളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇതുപോലത്തെ അഡ്വഞ്ചറസ് ട്രിപ്പിൾ ഇഷ്ടപ്പെടുന്നവരൊക്കെ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, മറക്കണ്ട ആരും. അപ്പോൾ ആനിയനത് അങ്ങോട്ട് എത്തി അപ്പുറത്താറായിട്ടുണ്ട്. അപ്പോൾ അളിയൻ ഇപ്പോഴും അപ്പുറത്തേക്കിട്ടില്ല. അളിയൻ ഇപ്പോഴും പതുക്കെ എത്താറാവുന്നുണ്ട്. ഇപ്പോൾ അനിയന് ഇത് ഇപ്പുറം ചെയ്യണുണ്ട്. ഇപ്പോൾ അളിയന് ഇച്ചിരി അവിടെ സ്പീഡാക്കി കൂട്ടിയിട്ടുണ്ട്. അളിയന് ഇത്ര ഉള്ളൂ എന്നുള്ള ഒരു തോന്നലേക്ക് മനസ്സിൽ വന്നിട്ടുണ്ട്. പക്ഷേ അളിയൻ കയറിയതാണ് ഇച്ചിരി റിസ്ക് ടാസ്ക് എന്ന് പറഞ്ഞത്. ഇത് അത്ര റിസ്ക് ടാസ്കല്ല. പിന്നെ ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് പാലം പോലെ നടന്നു വരാനുള്ള ഇത്, അത് നമുക്കിങ്ങനെ മുകളിൽ റോപ്പെ പിടിച്ച് പാലം പോലെ നടന്നു വരാൻ പറ്റും. അത് നമ്മൾ നടക്കി ഇവിടെ നോക്കി നന്നായി, നേരെ നിവർന്നും നടക്കാൻ നിൽക്കരുത്. കാരണം അങ്ങനെ നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കാല് ഇടയ്ക്കിടെ നിലത്തേക്ക് എടുക്കും. അപ്പോൾ നോക്കി നടന്നാൽ അതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് ചവിട്ടി പോരാം. എനിക്ക് നടന്നപ്പോൾ എനിക്ക് ഭയങ്കര അടുത്ത പോലെ തോന്നി. ഇതിൻ്റെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഒരുപാട് നീളമല്ല ഓരോ ഡീല്. കാരണം ലെവലിൽ നമ്മൾ ഓരോ ഡീല് വയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് അടുത്ത് വരും. പക്ഷേ പിള്ളേരൊക്കെ കയറുവാണെങ്കിൽ തീരെ ചെറിയ പിള്ളേരൊന്നും അതിൽ കയറ്റല്ല കേട്ടോ. കയറുമ്പോൾ നമ്മൾ കാലൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ഉറച്ചു പോകാനുള്ളതായിരിക്കും. പക്ഷേ എനിക്കത് ഒരുപാട് അടുത്ത പോലെ തോന്നി. അപ്പോൾ നമ്മുടെ ഇതുപോലത്തെ ട്രിപ്പിലേക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളേക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതാണ് ഞാൻ. എൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ നോക്കുക. ഞാൻ സിമ്പിളായിട്ടായിരിക്കും കടന്നു പോകണം. എനിക്കത്ര റിസ്ക് ആയിട്ടൊന്നും തോന്നിയില്ല. ഞാനത് കാരണം സിമ്പിളായിട്ടാണ് കയറിപ്പോയി. ഇനി നമ്മുടെ അടുത്ത വാളിക്കുന്നുണ്ട്, അതും സിമ്പിളായിട്ടാണ് ഞാൻ കടന്നു വരുന്നത്. എനിക്കത്ര റിസ്ക് ടാസ്ക് ഒന്നും ആയിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഡ്രീം ലാൻഡ് അഡ്വഞ്ചറസ് ട്രിപ്പിലെ ഫസ്റ്റത്തെ പാർട്ട് ഇതാണ്. നമ്മൾ ഡ്രീം ലാൻഡിൻ്റെ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മളെ കൊണ്ട് ചെയ്യുന്ന പരിപാടി ഇതാണ് കേട്ടോ. നിങ്ങൾ ഇവിടെ പോകാനായിരിക്കുന്നവരൊക്കെ നമ്മുടെ ആനച്ചാലാണ് ഡ്രീം ലാൻഡ് അഡ്വഞ്ചറസിൻ്റെ ഇതുള്ളത്. അവിടെ ചെന്നാൽ മതി. എന്തായാലും നല്ല അടിപൊളി പരിപാടിയായിരുന്നു. പോയിട്ട് ഒരാൾക്ക് 1000 രൂപ വെച്ചാണ്. പിന്നെ ടാക്സോടും വരണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ നമുക്ക് പോയിട്ട് വരാൻ പറ്റും. പിന്നെ എല്ലാത്തിലും കയറാൻ ധൈര്യമുള്ളവർ പോവാണ് പൈസ മുതലാണ് അത് തുറന്നു പറയും. ഇതിൻ്റെ അകത്ത് നമ്മൾ പല ടാസ്കുകളുണ്ട്, പല കാര്യങ്ങൾ കാണാനുണ്ട്, എല്ലാം ഉണ്ട്. അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ പുറകിൽ ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മുടെ ഈ വീഡിയോസിൽ എല്ലാത്തിനും ലെങ്ത്തുള്ളതായതുകൊണ്ട് നമ്മൾ
ഇന്ന് റോപ്പ് വാളിക്കും മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ വീഡിയോസും കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം, ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, കണ്ടോ ഞാനിൻ്റെ അത് സിമ്പിളായിട്ടാണ് എല്ലാത്തിലും കയറി പോരുന്നത് കേട്ടോ. ഇനി നമ്മുടെ റിസ്കി റോപ്പ് വാളിക്കാണ് നടക്കാൻ പോണേ. ഇതും കൊണ്ട് ഞാൻ എത്തിക്കഴിഞ്ഞാൽ റിസ്കി റോപ്പ് വാളിക്കിങ്. ഒരു അനിയൻ അവിടേക്ക് നടന്ന് എത്താറായിട്ടുണ്ട്. അനിയനും വലിയ കുഴപ്പമില്ലാത്തേക്കും അതിൻ്റെ റിസ്കി ആയിട്ടുള്ളതിൽ കയറി പോയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെയാണ് പോകാനുള്ളത്. നമ്മുടെ ട്രിപ്പിലേക്ക് നമ്മൾ എത്താൻ പോവാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് പാർട്ട്സ് തുടങ്ങിയാണ്. അങ്ങനെ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. നമ്മുടെ അങ്ങനെ റിസ്കി ഇതെങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഞാൻ നമ്മുടെ റിസ്ക് ആയിട്ടുള്ളതിൽ കയറാൻ പോവുകയാണ് ഗൈസ്. റിസ്ക് ആയിട്ടുള്ളതിൽ കയറാൻ പോവുകയാണ്. ഇത്തരത്തിലുള്ള വീഡിയോസുകൾ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കരുത്. അങ്ങനെ നമ്മുടെ റോപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ കയറുകയാണ്. നമ്മൾ കയറി പോവുകയാണ്. എങ്ങനെയുണ്ട്? ഞാൻ കൈ മുകളിലേക്ക് പിടിച്ചിട്ട് സിമ്പിളായിട്ട് കയറി പോണേ. ഇത് നോക്കുക, അപ്പം നിങ്ങൾക്കും സിമ്പിളായിട്ട് തോന്നും. ഇനി പോകുന്നവരേക്കും ഇതുപോലെ കൈ ചെറു മുകളിലേക്ക് പിടിച്ച് കിടന്നു പോകേണ്ടതാണ്. അത് നമുക്ക് ഇച്ചിരി സിമ്പിൾ ടാസ്ക് ആയിരിക്കാനാണ് സാധ്യത. പിന്നെ അളിയനും അനിയനാണെങ്കിലും ഇച്ചിരി വണ്ണം കൂടുതലുണ്ട്. അതുകൊണ്ട് അവർക്ക് ബോഡി ബാലൻസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണോ എന്നും എനിക്കറിയില്ല. എനിക്കിതൊക്കെ സിമ്പിളായിട്ട് ഉള്ള ടാസ്ക്കാണ്. ഞാൻ സിമ്പിളായിട്ട് തന്നെ കയറിപ്പോയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ടാസ്ക് അങ്ങനെ റോപ്പ് വാളിക്കിംഗ് ടാസ്ക് അങ്ങനെ അവസാനിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ നമ്മുടെ ഈ ടാസ്കിൽ നിന്ന് നമ്മളിനി നെക്സ്റ്റ് ടാസ്കിലേക്ക് പോവുകയാണ്. ഇപ്പോൾ വീഡിയോ പിടിക്കുന്ന സത്യത്തിൽ ആൾക്കാരുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഒരുപാട് ടാസ്കുകൾ ചെയ്തായിരുന്നു. അതൊന്നും വീഡിയോസായിട്ട് പലവരും, കാരണം മൊബൈൽ പലരുടെയും കയ്യിലുണ്ടായിരുന്നില്ല. ഇത് മാത്രമാണ് ആദ്യം മൊബൈൽ കയ്യിലുണ്ടായിരുന്നത്. ഇതിൻ്റെ മാത്രമാണ് കൃത്യമായിട്ടുള്ള വീഡിയോസ് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഏതായാലും ഇവിടെ പോകാൻ ആഗ്രഹിക്കുന്നവർ എല്ലാത്തിലും പോയി കയറുക. എല്ലാവരും ചെറുപ്പക്കാർ പോവുക, ഇതിൽ കയറുക. എല്ലാ അഡ്വഞ്ചേഴ്സും നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. 1000 രൂപ കൊടുക്കണമെങ്കിൽ 1000 രൂപയ്ക്കും എല്ലാത്തിലും കയറി പരീക്ഷിച്ച് പോരുക. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കൊണ്ട് ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടേണ്ടതാണ്. ഇതുപോലുള്ള ഇനിയും നല്ല നല്ല ട്രിപ്പുകൾ നമ്മുടെ ചാനലിൽ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഇത് ചലഞ്ചിങ് ആയിട്ടുള്ള ഫസ്റ്റ് പാർട്ടിലെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് ഡ്രീം ലാൻഡിലെ. ഫസ്റ്റ് പാർട്ട് നമ്മുടെ യാത്രയായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത്. ഇപ്പോൾ സെക്കൻഡ് പാർട്ടാണ്.